സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു CS Rockers. അപ്പോൾ എല്ലാവരും സുഖം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഏറ്റവും കൃത്യം ഫൈനൽ വോട്ടിംഗ് റിസൾട്ട്, അൺഒഫീഷ്യൽ ആയിട്ടുള്ള വോട്ടിംഗ് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാണ്ട് ആര് ഈ ആഴ്ച പുറത്ത് പോകുന്നു, ആരാണ് ഒന്നാം സ്ഥാനത്ത് എത്തുന്നതെന്ന് നമുക്കറിയാം. അങ്ങനെ ഒന്നാം സ്ഥാനം കീഴടക്കിയുള്ള അനീഷാണ്. അനീഷിന് ഇതുവരെ കിട്ടിയിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത് 87,745 വോട്ടുകൾ അനീഷ് ഇതുവരെ സ്വന്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇന്നലെ രാത്രിയോടെ വോട്ടിംഗ് കഴിഞ്ഞത് കൊണ്ട് തന്നെ ഇനി വലിയ രീതിയിൽ വോട്ട് കയറാനുള്ള ചാൻസ് കുറവാണ്. അനീഷ് തന്നെയാണ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത്. രണ്ടാം സ്ഥാനം അനുമോളാണ് കരസ്ഥമാക്കിയിട്ടുള്ളത്. അനുമോൾക്കും അനീഷിനും ചെറിയ രീതിയിലുള്ള വോട്ട് വ്യത്യാസം മാത്രമേ ഉള്ളൂ. അനുമോൾ കിട്ടിയുള്ള വോട്ട് എന്ന് പറയുന്നത് 85,390 വോട്ടുകൾ അനുമോൾ ഇതുവരെ നേടിയെടുത്തിട്ടുണ്ട്. എന്തായാലും മൂന്നാം സ്ഥാനം മറ്റാർക്കും വിട്ടുകൊടുക്കില്ല. എനിക്ക് മൂന്നാം സ്ഥാനം തന്നെ മതി, അന്നും ഇന്നും അങ്ങനെ രീതിയിൽ മൂന്നാം സ്ഥാനം ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഷാനവാസ്. ഷാനവാസിനുള്ള വോട്ട് എന്ന് പറയുന്നത് 71,345 വോട്ടുകൾ ഷാനവാസ് ഇതുവരെ കിട്ടിയിട്ടുണ്ട്. അടുത്തതായി നാലാം സ്ഥാനം കരസ്ഥമാക്കിയുള്ളത് അക്ബറാണ്. അക്ബറിന് ഇതുവരെ കിട്ടിയിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത് 68,241 വോട്ടുകൾ അക്ബർ ഇതുവരെ സ്വന്തമാക്കിയിട്ടുണ്ട്. എന്തായാലും അക്ബറിന് നല്ല രീതിയിലുള്ള വോട്ട് കയറുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അഞ്ചാം സ്ഥാനം ലക്ഷ്മിയാണ്. ലക്ഷ്മിയെ പറയാതിരിക്കാൻ വയ്യ. ലക്ഷ്മി നല്ല രീതിയിൽ വോട്ട് കുറവായി ഇറങ്ങി പോയായിരുന്നു. പക്ഷേ വോട്ട് ചെയ്യുന്ന ആ വോട്ട് അടയ്ക്കുന്ന സമയമായപ്പോഴേക്കും ലക്ഷ്മിക്ക് നല്ല രീതിയിലുള്ള വോട്ട് കയറിയിട്ടുണ്ട്. ലക്ഷ്മി കിട്ടിയിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത് 67,120 വോട്ടുകൾ ലക്ഷ്മി ഇതുവരെ സ്വന്തമാക്കി എടുത്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. അങ്ങനെ ആറാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത് നെവിനാണ്. നെവിന് ഇതുവരെ കിട്ടിയിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത് 65,420 വോട്ടുകൾ നെവിൻ ഇതുവരെ സ്വന്തമാക്കിയിട്ടുണ്ട്. എന്തായാലും നെവിന് വമ്പിച്ച രീതിയിലുള്ള വോട്ടുകൾ കയറി വന്നായിരുന്നു. പക്ഷെ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. നെവിന് നല്ല രീതിയിൽ വോട്ട് കുറഞ്ഞ് ആറാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള ഡേഞ്ചർ സോണിലല്ല നെവിൻ നിൽക്കുന്നത്. എന്നാലും ഒരു ചെറിയൊരു ഡേഞ്ചർ സോണിലാണ് നിൽക്കുന്നതെന്ന് വേണം പറയാൻ. അഥവാ എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് പുറത്ത് പോവുകയാണെങ്കിൽ മാത്രമേ നെവിൻ പോകാൻ ചാൻസ് ഉള്ളൂ. അങ്ങനെ ഏഴാം സ്ഥാനത്ത് നിൽക്കുന്നത് സാബുമാനാണ്. ഈ പറയുന്ന രണ്ടുപേരും ഏറ്റവും ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന വ്യക്തികളാണ്. സാബുമാന് നല്ല രീതിയിലുള്ള ഡേഞ്ചർ ഉണ്ട്. സാബുമാന് കിട്ടിയിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത് 60,500 വോട്ടുകൾ സാബുമാൻ ഇതുവരെ നേടിയെടുത്തിട്ടുണ്ട്. എന്തായാലും സാബുമാൻ ഈ പ്രാവശ്യം ഡബിൾ എവിക്ഷൻ ഉണ്ടെങ്കിൽ സാബുമാൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോകേണ്ടതായിട്ട് വരും. അങ്ങനെ എട്ടാം സ്ഥാനം ഏറ്റവും ഡേഞ്ചർ സോണിൽ ഇപ്രാവശ്യം ഒരു എവിക്ഷനേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ എന്തായാലും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങാൻ പോകുന്നത് ബിന്നി ആയിരിക്കും. ബിന്നിക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത് 50,680 വോട്ടുകൾ ബിന്നി ഇതുവരെ നേടിയെടുത്തിട്ടുണ്ട്. എന്തായാലും ബിന്നിക്ക് നല്ല രീതിയിലുള്ള വോട്ട് ഇനി കയറാനുള്ള സാധ്യത തീരെ കുറവാണ്. ഈ കണ്ട മത്സരാർത്ഥികളിലൊക്കെ വെച്ച് ഏറ്റവും കുറവ് വോട്ടുകൾ മാത്രമേ, തുച്ഛമായിട്ടുള്ള വോട്ടുകൾ മാത്രമേ ബിന്നിക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളൂ. എന്തായാലും ലാലേട്ടൻ്റെ ചെന്നൈയിൽ വെച്ചുള്ള എപ്പിസോഡ് ഷൂട്ട് കഴിഞ്ഞതോടെ ആരാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായെന്ന് എനിക്കറിയാം. ചിലപ്പോൾ ഇന്ന് വൈകുന്നേരം എനിക്ക് അറിയാൻ സാധിക്കും, അല്ലെങ്കിൽ നാളെ രാവിലെ എനിക്ക് അറിയാൻ സാധിക്കും. അങ്ങനെ അറിയുമ്പോഴേക്കും ഞാൻ എത്രയും പെട്ടെന്ന് അറിയുന്നോ, എപ്പോൾ അറിയുന്നോ അപ്പം തന്നെ ഞാൻ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വീഡിയോ. അപ്പോൾ അതറിയാൻ വേണ്ടി മറക്കാണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. പിന്നെ ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാണോ അവരുടെ പേര് എഴുതിയിട്ട് ഒരു ഹാർട്ടും കമൻറ്റ് ചെയ്തിട്ട് പൊക്കോളൂ. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. നിങ്ങൾ അടിക്കുന്ന ഓരോ ലൈക്കും ഞാൻ ഈ പറയുന്ന ഞാൻ ഇത്ര എഫേർട്ട് എടുത്ത് ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് അല്ലെങ്കിൽ കിട്ടുന്ന ഒഫീഷ്യൽ അൺഒഫീഷ്യലായിട്ട് വോട്ട് റിസൾട്ട് അപ്ലോഡ് ചെയ്യാണ്. അപ്പോൾ അതിന് ഒരു പ്രോത്സാഹനമായിട്ട് അല്ലെങ്കിൽ ഒരു എൻകറേജ്മെൻ്റ് ആയിട്ട് ഒരു ലൈക്ക് അടിച്ചുകൂടെ ഗൈസ്. ഒരു ലൈക്ക്, നിങ്ങൾ അടിക്കുന്ന ഓരോ ലൈക്കും അത്ര പേർക്കെങ്കിലും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടല്ലോ എന്ന് ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ട് സന്തോഷിക്കുന്നതായിരിക്കും. ഒരു ലൈക്ക്, ഒറ്റൊരു ലൈക്ക് അടിച്ചിട്ട് പോണേ.